ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം NCERT ലൈൻ ബൈ ലൈൻ പഠിച്ചാൽ മാത്രമേ ബയോളജിയുടെ ആൻസേഴ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് NCERTയിൽ മേജറായിട്ട് എന്തൊക്കെ പഠിക്കണം എന്ന് അണ്ടർലൈൻ ചെയ്ത് ഞാൻ തരുന്നതായിരിക്കും. അത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. അതിൽ നിന്നേ ക്വസ്റ്റ്യൻ വരും. സോ NCERT ബയോളജിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ആണ് ഒരു എക്സാമിനർ എന്ന് വെച്ചിട്ട് നമ്മളൊരു പാരഗ്രാഫിൽ നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും എന്ന് നോക്കി നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. എന്നിട്ട് അതിൻ്റെ തന്നെ ആൻസേഴ്സ് നമ്മൾ നമ്മുടെ മനസ്സിലിങ്ങനെ വിചാരിക്കണം. ഓക്കെ, അങ്ങനെ വേണം NCERTനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. സോ ഫോർ എക്സാമ്പിൾ, ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് ആദ്യമായിട്ട് നമുക്ക് പറയുന്നത് ബയോളജിക്കൽ സിസ്റ്റത്തിൻ്റെ മേജർ കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നാണ്. അതിന് ആൻസറാണ് പ്ലാന്റ്സും ആനിമൽസും മൈക്രോബ്സും. അണ്ടർസ്റ്റാൻഡ്? ഇനി ഈ ഒരു ലൈനിൽ വരുന്നത് ഏതൊക്കെ കിങ്ഡത്തിലാണ് മൈക്രോബ്സിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ആൻസറാണ് മൊനീറ. പേന തെളിയുന്നില്ല കേട്ടോ, ഞാൻ വേറെ എടുക്കട്ടെ. മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ. ഇത്രയും കിങ്ഡത്തിലാണ് നമ്മുടെ മൈക്രോബ് എന്ന് പറയുന്ന സൂക്ഷ്മജീവികൾ വരുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് വിച്ച് ആർ ദ വൺസ് ദാറ്റ് ആർ ഓൺലി മൈക്രോസ്കോപ്പിക്. മൈക്രോസ്കോപ്പിക് മാത്രമായിട്ടുള്ള കിങ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? മൊനീറ. അപ്പം ഇതൊക്കെ കാണാതെ പഠിക്കണം കേട്ടോ. ഇനി മൈക്രോബ്സ് എവിടെയെല്ലാം കാണപ്പെടും എന്നാണ് നമ്മുടെ അടുത്ത ലൈനിൽ പഠിക്കുന്നത്. അതിപ്പം മണ്ണിലും വെള്ളത്തിലും വായുവിലും നമ്മുടെ ശരീരത്തിലും പിന്നെ ബാക്കിയുള്ള ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ അകത്ത്. നമുക്കറിയാം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അവിടെ കുറേ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അവരാണ് നമ്മുടെ ഡൈജഷനെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ എവിടേക്കാണ് നമ്മുടെ മൈക്രോ ഓർഗാനിസം കാണുന്നത് എന്ന് കൃത്യമായി പഠിച്ചിരിക്കണം. ഇനി വേറെ ജീവജാലങ്ങൾ വരാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അതായത് ഈ തെർമൽ വെൻസ് ഓർ ഗ്ലേസിയേഴ്സ്, അതായത് ഈ ഡീപ്പ് അണ്ടർ സോയിലിലോ ഇല്ലെങ്കിൽ അണ്ടർ ലെയേഴ്സ് ഓഫ് സ്നോയും കൂടാതെ ഭയങ്കരമായിട്ട് ചൂട് ഉള്ള, ഇപ്പം വോൾക്കാനോ ഒക്കെ പൊട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെ പോലും മൈക്രോബ്സ് ഉണ്ടെന്നാണ് നമ്മളിപ്പം പറഞ്ഞു വെക്കുന്നത്. ഇതിലിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തെർമൽ വെൻറ്റിൻ്റെ ഒരു ടെമ്പറേച്ചർ, എത്രമാത്രം ടെമ്പറേച്ചർ എന്ന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം തെർമൽ വെൻറ്റിന് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും ടെമ്പറേച്ചർ പോകാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കണം. ഓക്കെ, ഇനി മൈക്രോബ്സിൻ്റെ ഡെഫിനിഷനാണ് അവർ നമ്മളോട് പറയുന്നത്. പ്രോട്ടോസോവ, ബാക്ടീരിയ, ഫംഗി, മൈക്രോസ്കോപ്പിക് ആനിമൽ, പ്ലാന്റ്, വൈറസ്, വിറോൾസ് ആൻഡ് പ്രയോൺസ്. ഇതിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് കാണാതെ പഠിക്കാതെ ഒരു രക്ഷയില്ല. ഇപ്പം ഈ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് എന്തിൻ്റെ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറേ 4 ഓപ്ഷൻ കാണും. അതിന് ചിലപ്പോൾ മൈക്രോബെന്ന് കാണുകയാണെങ്കിൽ നമ്മളത് എടുക്കേണ്ടി വരും. ഇനി പ്രയോൺസിനെയാണ് പ്രോട്ടീനീഷ്യസ് ഇൻഫെക്ഷ്യസ് ഏജൻസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് MCQ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടുതലും പ്രയോൺസ് എന്താണെന്നോ ഇല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടീനീഷ്യസ് ഇൻഫെക്ഷ്യസ് ഏജൻസിനെ എന്തിനെയാണ് അങ്ങനെ വിളിക്കുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ചോദിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, VIP ആണ്, നേരിച്ചു പഠിക്കണം കേട്ടോ. ഇനി മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയനെയും ഫംഗീനെയും ന്യൂട്രിറ്റീവ് മീഡിയയിൽ വളർത്തിയിട്ട് നമുക്ക് കോളനി ആക്കാം. ആ ഒരു കോളനിയെ മാത്രമേ നമുക്ക് നേക്കഡായി വെച്ച്, അതായത് നഗ്ന നേത്രങ്ങൾ വെച്ച് കാണാൻ പറ്റുന്ന ഏക മൈക്രോബിൻ്റെ ഒരു കൂട്ടം ബാക്ടീരിയ ഫംഗിയുമാണ്. അത് നമുക്കൊരു MCQ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത് എന്ത് യൂസ് ചെയ്യുന്നു? മൈക്രോ ഓർഗാനിസത്തിൻ്റെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പേജ്, നമ്മുടെ ഫസ്റ്റ് പേജിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും മാക്സിമം ആൻസേഴ്സും എന്താണെന്ന് പറയാം. ഒന്നുകൂടെ പറയാം കേട്ടോ. നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിലെ മേജർ കമ്പോണൻസ് ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോബ്. 2, ഏതൊക്കെ കിണ്ണത്തിലാണ് മൈക്രോബ് കാണപ്പെടുന്നത്? മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി. ഏതാണ് മൈക്രോബ്സ് മാത്രമുള്ള കിങ്ഡം? അതിൻ്റെ ആൻസർ മൊനീറ. ഇനി മൈക്രോബ്സ് ഏതൊക്കെ സ്ഥലങ്ങളിൽ കാണപ്പെടും? അതിന് സോയിൽ, വാട്ടർ, എയർ, നമ്മുടെ ബോഡി, ബാക്കി ആനിമലിൻ്റെയും പ്ലാന്റിൻ്റെയും ശരീരങ്ങൾ, പിന്നെ തെർമൽ വെൻറ്റ് ഓർ ഗ്ലേസിയേഴ്സ്, അത് കഴിഞ്ഞിട്ട് സ്നോയുടെ ലെയറിൽ, സോയിലിൻ്റെ അടിയിൽ, പിന്നെ അസിഡിക് എൻവിറോൺമെൻറ്റിൽ. ഇനി തെർമൽ വെൻറ്റ് ഓർ ഗ്ലേസിയേഴ്സിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനാണ് മൈക്രോബ്സിൻ്റെ ഡെഫിനിഷൻ.
പ്രോട്ടോസുവ, ബാക്ടീരിയ, ഫംഗി, പ്ലാന്റ് മൈക്രോസ്കോപ്പിക്, ആനിമൽ ആൻഡ് പ്ലാന്റ് വൈറസ്, വിറോയിഡ്സ് ആൻഡ് പ്രയോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോട്ടീനീഷ്യസ് ഇൻഫെക്ഷ്യസ് ഏജൻസ് എന്ന് പറയുന്നത് എന്തിനെയാണ്? പ്രയോൺസിനെ. ഇനി എന്തിനെയാണ് നമ്മുടെ നേക്കഡായി വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്? ബാക്ടീരിയനെയും ഫംഗീനെയും, കാരണം ഒരു ന്യൂട്രിറ്റീവ് മീഡിയയിൽ കോളനി ഫോം ചെയ്യും. ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം.